വിശദമായ വാർത്തകളിലേക്ക്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് അബുദാബിയിൽ തുടക്കമായി. സംഘടനയുടെ അംഗരാജ്യങ്ങളിലെ 7000 മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തെ വ്യാപാര രംഗം നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന സുപ്രധാന സമ്മേളനത്തിനാണ് അബുദാബിയിൽ തുടക്കമായിരിക്കുന്നത്. ആഗോള വ്യാപാര മേഖലയുടെ ഭാവിയിലേക്കുള്ള ലോഞ്ച് പാഡായി സമ്മേളനം മാറുമെന്ന് UAE വിദേശ വ്യാപാര സഹമന്ത്രിയും 13ാമത് WTO മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 2024 ചെയർമാനുമായ ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. കൊമറോസിനെയും തിമോർ ലെസ്റ്റെയെയും WTOയിലെ പുതിയ അംഗങ്ങളായി ആദ്യ ദിനം തെരഞ്ഞെടുത്തു. അതോടൊപ്പം വികസനത്തിനുള്ള നിക്ഷേപ സൗകര്യം ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ അന്തിമ രൂപം തയ്യാറാക്കിയതായും WTO പ്രസ്താവനയിൽ പറഞ്ഞു. WTOയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് IFT കരാർ എന്ന് അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സമ്മേളനത്തിന് മുന്നോടിയായി ലോക വ്യാപാര സംഘടനയുടെ വിവിധ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് $1 കോടി സഹായം UAE കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സംഘടനയുടെ 166 അംഗരാജ്യങ്ങളിലെ 7000 മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധികളുമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 4 ദിവസമാണ് സമ്മേളനം നീണ്ടു നിൽക്കുക. 24 അബുദാബി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന കുവൈറ്റ് യാത്രക്കാർക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി GDRFA. കുവൈറ്റിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് യാത്രക്കാർക്ക് സ്വീകരണമൊരുക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെയും ചരിത്രപരമായ ബന്ധത്തിന്റെയും ആഴം പ്രതിഫലിപ്പിക്കുന്ന വരവേൽപ്പാണ് യാത്രക്കാർക്ക് നൽകിയത്. പ്രത്യേക ദേശീയ ദിന എൻട്രി സ്റ്റാമ്പ് ഉപയോഗിച്ചാണ് കുവൈത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ സ്റ്റാമ്പ് ചെയ്തത്. വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റുകൾ നീല വെളിച്ചത്തിൽ പ്രകാശിപ്പിച്ചതിനൊപ്പം യാത്രക്കാരായ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ സലാമ തുടങ്ങിയ പ്രശസ്ത കഥാപാത്രങ്ങളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. അതോടൊപ്പം യാത്രക്കാർക്ക് വിവിധ സമ്മാനങ്ങളും GDRFA വിതരണം ചെയ്തു. സഹോദര രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. നേരത്തെയും GCC രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ അവരുടെ ദേശീയ ദിനങ്ങളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ GDRFA ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. 24 ദുബായ്. ഖത്തറിൽ ചികിത്സയിൽ കഴിയുന്ന പലസ്തീനികളെ സന്ദർശിച്ച് പലസ്തീൻ ആരോഗ്യമന്ത്രി ഡോക്ടർ മൈ അൽ കൈല. സിദ്ര മെഡിസിനിൽ ചികിത്സയിലുള്ള പലസ്തീനികളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ പരുക്കേറ്റ് 100 കണക്കിന് പലസ്തീൻ പൗരന്മാരെ അമീറിന്റെ നിർദ്ദേശപ്രകാരം ഖത്തറിൽ എത്തിച്ച് മികച്ച ചികിത്സ നൽകുന്നുണ്ട്. ഇവർക്ക് ഖത്തർ സൗകര്യങ്ങളെക്കുറിച്ചും മികച്ച ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥരിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിശദീകരണം ലഭിച്ചതായും മന്ത്രി വ്യക്തമാക്കി. റിയാദ് സീസൺ ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ ഒഴുക്ക്. ഇതുവരെ 18 ദശലക്ഷം പേർ ഫെസ്റ്റിവലിനെത്തിയതായി അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള കലാ കായിക താരങ്ങളെ അണിനിരത്തി നിരവധി പരിപാടികളാണ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്നത്. റിയാദ് സീസൺ ഫെസ്റ്റിവലിന്റെ 4ാം പതിപ്പിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ ഒഴുക്കാണ്. 12 ദശലക്ഷം സന്ദർശകരെയായിരുന്നു ഫെസ്റ്റിവൽ ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ മാസമായപ്പോഴേക്കും ഈ ലക്ഷ്യം മറികടന്നു. ഇതുവരെ 18 ദശലക്ഷം സന്ദർശകർ ഫെസ്റ്റിവലിനെത്തിയതായി സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് അറിയിച്ചു. ബിഗ് ടൈം എന്ന പേരിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാ കായിക താരങ്ങൾ ഇതിനകം ഭാഗമായി. ഫുട്ബോൾ സൂപ്പർ താരം ലയണൽ മെസ്സിയും ബോക്സിംഗ് ചാമ്പ്യൻ ടൈസൺ ഫ്യൂറിയും റിയാദിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തു. 5 ലക്ഷം ചതുരശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ മൊബൈൽ വിനോദ നഗരം വണ്ടർ ഗാർഡൻ ഈ സീസണിന്റെ പ്രത്യേകതകളിലൊന്നാണ്. സംഗീതവും നാടകവും ഉൾപ്പെടെയുള്ള പരിപാടികൾ കാണാൻ ലക്ഷക്കണക്കിന് ആസ്വാദകരാണ് റിയാദിലെത്തുന്നത്. 24 ജിദ്ദ. സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സൗദിയിലെ OSCE നെജ്റാൻ കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ലേറെ പ്രവാസികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രസിഡന്റ് MK ഷാക്കിർ കോടശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിലെ മികച്ച സേവനത്തിന് ഹസീന ബിനു, റസീന സുഹർബൻ, റിൻസി മാത്യു, ഷബന യാസിൻ, ആശാ റോയ്, ലിജോ ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. TL അരുൺകുമാർ സ്വാഗതവും ക്രിസ്റ്റിൻ രാജ് നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ICF അൽഹസയിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ഗ്ലോബൽ തലത്തിൽ ICF നടത്തിവരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അൽഹസയിൽ സംഘടിപ്പിച്ച മെഡിക്കോൺ സെമിനാറിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ICF ഗ്ലോബൽ തലത്തിൽ നടത്തിവരുന്ന ഹെൽത്തോറിയം ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ICF അൽഹസ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കാലദിയ സെക്ടർ മെഡിക്കോൺ സെമിനാറും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ഷിഫ മെഡിക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ രോഗനിർണയ ക്യാമ്പ് നിരവധി പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താനായി.
ഉബൈദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ SYS കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് സഖാഫി പെരുന്താറ്റിരി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ നടരാജൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പ്രവാസലോകത്തെ അനിയന്ത്രിതമായ ഭക്ഷണ രീതിയും ശരിയായ ഉറക്കമില്ലായ്മയും വ്യായാമക്കുറവുമാണ് കൂടുതൽ ആളുകളെയും പ്രമേഹ രോഗികളാക്കി മാറ്റുന്നതെന്നും എന്നാൽ ജോലി തിരക്കുകൾക്കിടയിലും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ നടരാജൻ ഓർമ്മപ്പെടുത്തി. മുഹമ്മദ് അനസുമാള, വിളത്തൂർ അബ്ദുള്ള സഖാഫി, ICF അൽഹസ വിദ്യാഭ്യാസ സമിതി കൺവീനർ നവാസ് കൊല്ലം, ഹാഷിം മുസ്ലിയാർ, റഫീഖ് കൂരാരി, അബ്ദുൽ സലാം മുണ്ടക്കയം എന്നിവർ സംബന്ധിച്ചു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ നടരാജനും മുഹമ്മദ് അനസ് മാളക്കുമുള്ള ICFന്റെ ഉപഹാരങ്ങൾ വിളത്തൂർ അബ്ദുള്ള സഖാഫി സമ്മാനിച്ചു. സിയാദ് കൂരാരി സ്വാഗതവും അബ്ദുൽ ഹക്കീം കൊടുവായൂർ നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമ. ഖത്തർ KMCC വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ സിജി ഖത്തർ, അഡ്വക്കേറ്റ് ഇസുദ്ദീൻ, വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ KMCC വനിതാ വിംഗ് അഡ്വൈസറി ബോർഡ് മെമ്പർ ഫസീല ഹസൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഭാഗമായ കായിക മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. 2022 ഖത്തർ ഫിഫ ലോകകപ്പിൽ ഉപയോഗിച്ച കായിക ഉപകരണങ്ങൾ റിപ്പബ്ലിക് ഓഫ് കെനിയയ്ക്ക് സംഭാവന ചെയ്തു. മൊമാബാസ തുറമുഖത്ത് നടന്ന ചടങ്ങിൽ കെനിയയിലെ ഖത്തർ അംബാസഡർ മുഹമ്മദ് ബിൻ മുത്തൈർ അൽ അൻസി കെനിയൻ സർക്കാരിനെ പ്രതിനിധിക്ക് കായിക ഉപകരണങ്ങൾ കൈമാറി. രാജ്യത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക രംഗത്തെ ഇടപെടലുകളുടെ ഭാഗമായാണ് നടപടി. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന പ്രവാസികൾക്കായി UAEയിലെ ആദ്യത്തെ സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. UAEയിലെ അജ്മാനിലാണ് IAS ഇക്ര എന്ന പേരിലുള്ള സ്ഥാപനം തുടക്കമിട്ടിരിക്കുന്നത്. സെന്ററിന്റെ ഉദ്ഘാടനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായുള്ള UAEയിലെ ആദ്യ സിവിൽ സർവീസ് അക്കാദമിയാണ് അജ്മാനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് പരിശീലന മേഖലയിൽ വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് സെന്റർ പ്രവാസികളിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ഇവിടെ ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന മുതിർന്നവർക്കും പ്രത്യേകം ക്ലാസുകൾ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ പരിശീലനവും മാർഗനിർദ്ദേശവും ലഭിക്കാത്തത് കാരണമാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നുവരാത്തതെന്നും ഇതിനൊരു പരിഹാരമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും സെന്റർ ഡയറക്ടർ പ്രദീപ് PS പറഞ്ഞു. ഒരു പച്ച പരമാർത്ഥമാണ്. ഏറെക്കാലമായി ഇത് പലരും ഇവിടെ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഒരുപാട് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റുകളും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനം വേണമെന്നുള്ളത്. നമുക്ക് വളരെ നല്ല സിലബസാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, വളരെ നല്ല കരിക്കുലമാണ്, വളരെ കഴിവുള്ള കുട്ടികളാണ്, നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ അവരിൽ ഒരാൾക്ക് പോലും ഇതുവരെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. ആ ഒരു വിഷയത്തെ, ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്നോണമാണ് IAS ഇക്ര എന്ന ഒരു ആശയം നമ്മുടെ ചെയർമാൻ്റെ മനസ്സിൽ രൂപീകൃതമായത്. അന്നു മുതൽ ഈ ഒരു ആശയം മനസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷമാകും. അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കും എന്ന് പലരും ചോദിച്ചിരുന്നപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം അത് വിജയിക്കുക എന്നുള്ളതിലുപരി ഒരു കുട്ടിക്കെങ്കിലും സിവിൽ സർവീസ് ഇത് മുഖേന UAEയിൽ പഠിച്ച ഇന്ത്യൻ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും സിവിൽ സർവീസ് IAS IPS ഇനി അതൊന്നുമില്ലെങ്കിൽ ഈ 24 സർവീസിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞങ്ങളുടെ ഉദ്യമത്തിന് ഒരു ഫലപ്രാപ്തിയായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സെന്ററിന്റെ ഉദ്ഘാടനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുൻ ഇന്ത്യൻ അംബാസഡർ TP ശ്രീനിവാസൻ, മുൻ കേരള ചീഫ് സെക്രട്ടറി K ജയകുമാർ, മുൻ ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. IAS ഇക്ര മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ അഷ്റഫ് പെരിങ്ങാടി സ്വാഗതവും ഡയറക്ടർ പ്രദീപ് PS നന്ദിയും പറഞ്ഞു. 24 ദുബായ്. കേരളത്തിന്റെ വികസനത്തിന് പ്രവാസി സംഘടനകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രവാസി വ്യവസായി KG എബ്രഹാം. ആശയം സ്വാഗതാർഹമെന്ന് നയതന്ത്ര വിദഗ്ധൻ വേണു രാജാമണിയും പറഞ്ഞു. കാര്യക്ഷമമായി വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ചെറുതും വലുതുമായ നിരവധി സംഘടനകൾ പ്രവാസ ലോകത്തുണ്ടെന്നും ഇവരെയും പ്രവാസി വ്യവസായികളെയും ചേർത്ത് കേരളത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെറുതും വലുതുമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാസി വ്യവസായിയും NBTC മാനേജിംഗ് ഡയറക്ടറുമായ KG എബ്രഹാം പറഞ്ഞു. ഈ എല്ലാ അസോസിയേഷനുകളും ഒന്നിച്ചാക്കിയിട്ട് നമുക്കൊരു കമ്പനി ഇത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. Kerala has got a beautiful potential.
നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷൻകാരോടെല്ലാം കൂടെ ഇവിടെ ഒരുമിച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാനുള്ള പ്രപ്പോസൽ കൊടുക്കണം ഗവൺമെന്റിന്. അത് സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ വികസന പുരോഗതിക്ക് പ്രവാസി സംഘടനകൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എന്നാൽ എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ച് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള മികവ് സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും KG എബ്രഹാം അഭിപ്രായപ്പെട്ടു. കുവൈറ്റിലെ NBTC കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യൻ നയതന്ത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വം വേണു രാജാമണിയും പങ്കെടുത്തു. KG എബ്രഹാം മുന്നോട്ട് വെച്ച മലയാളി സംഘടനകളെ സംബന്ധിച്ച ആശയം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എണ്ണ അനുബന്ധ വ്യവസായ രംഗത്ത് പൂർത്തിയായ 52 വീടുകളുടെ താക്കോൽദാനവും വിദ്യാഭ്യാസ സഹായത്തിന് അർഹരായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സഹായധനവും വിതരണം ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം അറിയിച്ചു. പൂർത്തിയായ 52 വീടുകൾക്ക് പുറമെ ഈ വർഷം 25 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വീടില്ലാത്ത NBTC ജീവനക്കാരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. NBTC ഓപ്പറേഷൻ CEO KS വിജയചന്ദ്രൻ, ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി അബ്രഹാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. വണ്ടൂർ വളോറിങ്ങൽ കുഞ്ഞി മുഹമ്മദ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കുവൈറ്റിൽ ഗ്രാൻഡ് ഹൈപ്പർ ജീവനക്കാരനായിരുന്നു. നാട്ടിൽ അവധിക്കെത്തിയപ്പോഴായിരുന്നു മരണം. ഇടുക്കി മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി എന്ന സുരേഷ് കുമാറാണ് മരിച്ചത്. ഒരു കുട്ടിയും ഇതര സംസ്ഥാന തൊഴിലാളികളുമടക്കം 5 പേർ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു. കന്നിമല ടോപ്പ് സ്റ്റേഷനിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ ആനയുടെ മുന്നിൽപ്പെട്ടു. വാഹനം ആന കുത്തിമറിച്ചിട്ടു. മണിക്ക് രക്ഷപ്പെടാനായില്ല. ഓട്ടോയിലുണ്ടായിരുന്ന മറ്റു 2 പേർക്ക് പരിക്കേറ്റു. പിന്നാലെ എത്തിയ ജീപ്പിലുണ്ടായിരുന്നവരാണ് ആനയെ അകറ്റിയ ശേഷം ഇവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ജില്ലയിൽ 4 പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മൂന്നാറിൽ പടയപ്പയുടെ വിളയാട്ടം. നയമക്കാട് നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്ര വാഹനവും കാട്ടാൻ ആക്രമിച്ചു. രാവിലെ ഇതേ സ്ഥലത്ത് പടയപ്പ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലാണ് പടയപ്പയുടെ പരാക്രമം. വൈകിട്ട് 5 മണിയോടെ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കും കാറും ആക്രമിച്ചു. ആനയെ കണ്ട് യാത്രക്കാർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. സംഭവ സമയം അതുവഴിയെത്തിയ ട്രാക്ടറിന് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. படையை வந்துட்டு நாங்கள் சும்மா அப்படியே லொக்கேஷன் தான் பார்த்துட்டு இருந்தோம். பார்த்துருக்கும்போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துச்சு. வண்டி எடுக்கலாம் போவோம் பார்த்தோம், எனக்கு கொஞ்சம் பயமாக இருந்துருச்சு. வந்தோடனே தூரம் மாறிட்டோம். வந்தோடனே வண்டியை உடச்சிருச்சு. வண்டி உடச்சி அதுக்கடுத்து ஒரு காரையும் உடச்சிருச்சு. பேக்கு பிரேக் எதுவுமே ஒர்க் ஆகலை, டிஸ்பிளே ஒர்க் ஆகலை, அப்படியே இருக்குது. രാവിലെ നയമക്കാട് എസ്റ്റേറ്റ് റോഡിലാണ് പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി 1 മണിക്കൂർ തടഞ്ഞു നിർത്തി. ആന ഇപ്പോഴും എസ്റ്റേറ്റ് മേഖലയിൽ തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയത്. 24 ഇടുക്കി. വയനാട് പനവല്ലിയിൽ കടുവ ആടിനെ കൊന്നു. പനവല്ലി സർവാണെ കൊല്ലി കോളനിയിലെ ബിന്ദുവിന്റെ ആടിനെയാണ് പുലി പിടിച്ചത്. വനവകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ CA അരുൺകുമാറും LDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്തെ LDFന് അനുകൂലമായ സാഹചര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആദ്യം മുതൽ പറഞ്ഞുകേട്ട പേരുകളിൽ മാറ്റമുണ്ടായില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി മാറി നിൽക്കാൻ ശ്രമിച്ച പന്ന്യൻ രവീന്ദ്രനും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ തർക്കമുയർന്നെങ്കിലും CA അരുൺകുമാറും CPIയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടു. തിരുവനന്തപുരം സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ഇതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ തയ്യാറായത്. ശശി തരൂരിനെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം നേരിടുന്നത്. മാവേലിക്കരയിൽ CA അരുൺകുമാറിന്റെ പേരിൽ ജില്ലാ കൗൺസിലുകളിലുണ്ടായ ഭിന്നത സംസ്ഥാന എക്സിക്യൂട്ടീവിലുമുണ്ടായി. പക്ഷേ അരുൺ തന്നെ മത്സരിക്കട്ടെ എന്നായിരുന്നു തീരുമാനം. ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമാണ് അരുൺകുമാർ. തൃശൂരിൽ VS സുനിൽകുമാർ അല്ലാതെ മറ്റൊരു പേരും സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുണ്ടായില്ല.
വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ആനി രാജയെ മത്സരിപ്പിക്കണമോ എന്ന ആലോചന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും വനിതാ പ്രാതിനിധ്യം ആനി രാജയ്ക്ക് ഗുണമായി. കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിലേക്ക് തോമസ് ചാഴികാടനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. CPIM നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ടോടെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകും. 24 തിരുവനന്തപുരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. RSS വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നതെന്നും ബിനോയ് വിശ്വം 24-നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനിടയില്ല. ആ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. ഞാൻ പറയും, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ വിവേകത്തെയാണത് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് എപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആദരവുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ പറ്റിയുള്ള ബോധ്യമാണ്. KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടു. തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. കേരളത്തിൽ പരമാവധി നേട്ടം. സംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അതിന് സാധിക്കില്ല. പരിഹാരമെന്ത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീളുകയാണ്. K സുധാകരൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ തയ്യാറെടുക്കാൻ സുധാകരനോട് ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടു. താൽപര്യമില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാമെന്നാണ് സുധാകരൻ നൽകിയിരിക്കുന്ന സൂചന. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ സുധാകരൻ ഇപ്പോൾ തയ്യാറല്ല. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. K സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാനമായി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ രണ്ട് പക്ഷമാണുള്ളത്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകില്ല. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ അസൗകര്യം കണക്കിലെടുത്ത് പ്രഖ്യാപനം മറ്റന്നാളത്തേക്ക് മാറ്റി. ലീഗ് നേതാക്കൾ നാളെ പാണക്കാട് എത്തി കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ തങ്ങളെ ധരിപ്പിക്കും. പാണക്കാട് സാദിഖലി തങ്ങൾ വിദേശത്തായതിനാൽ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണകൾ പൂർണ്ണമായും തങ്ങളെ ധരിപ്പിക്കാനായിരുന്നില്ല. ഇന്ന് രാത്രിയിൽ തങ്ങൾ മടങ്ങിയെത്തും. ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ തങ്ങളെ നാളെ നേതാക്കൾ അറിയിക്കും. മറ്റന്നാൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പ്രഖ്യാപനവും നടത്താനാണ് തീരുമാനം. സാദിഖലി തങ്ങളുടെ അസൗകര്യമാണ് മാറ്റത്തിന് കാരണമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കണോ പുതുതായി ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് നാളത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിയതെന്നാണ് സൂചന. 24, മലപ്പുറം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെ റായ്ബറേലിയിലേക്ക് ക്ഷണിച്ച് സമാജ്വാദി പാർട്ടി. നിർദ്ദേശം ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. BJPക്കെതിരെ കടുത്ത പോരാട്ടം നടത്താനാണ് കോൺഗ്രസ് നീക്കം. രാഹുൽ ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കൂ എന്നാണ് സൂചന. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകവും റായ്ബറേലിയിലോ അമേഠിയോ മത്സരിക്കാൻ രാഹുൽ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. മൂന്നാം തവണയും അധികാരത്തിലേക്ക് മടങ്ങാനുള്ള BJPയുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഉത്തരേന്ത്യയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയ വിജയം പാർട്ടി പ്രതീക്ഷിക്കുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. BJPയുടെ ഈ അമിതാത്മവിശ്വാസം തങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ഗുണമാകുമെന്നാണ് ഇന്ത്യ ഘടകകക്ഷികളുടെ വിശ്വാസം. സമാജ്വാദി പാർട്ടി, RJD, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ തന്ത്രങ്ങളുടെ അടിസ്ഥാനവും ഇതുതന്നെ. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉത്തർപ്രദേശിൽ നിന്ന് വേണമെന്ന ആവശ്യവും SP ഉന്നയിച്ചിട്ടുണ്ട്. അമേഠിയിൽ തയ്യാറല്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള SPയുടെ നിർദ്ദേശം. കോൺഗ്രസ് ആകട്ടെ മുമ്പത്തെ പോലെ മുൻവിധിയോടെയല്ല രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ പോരാട്ടത്തെ വിലയിരുത്തുന്നതും. രാഹുൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം AICC ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം രാഹുൽ ഇത്തവണ ഒരു സീറ്റിൽ മാത്രമേ ലോക്സഭയിലേക്ക് മത്സരിക്കൂ എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ധാരണ. R രാധാകൃഷ്ണൻ, 24, ഡൽഹി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രഖ്യാപിക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും സ്ഥാനാർത്ഥികളാകും. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. ഒട്ടനവധി പേരുകൾ പരിഗണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C. കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി എന്നിവരാണ് പട്ടികയിൽ. പത്തനംതിട്ടയിലാവട്ടെ PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. എന്നാൽ PC ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന BDJS തീരുമാനം BJP ദേശീയ നേതൃത്വം മുഖവിലക്കെടുക്കാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിനാണ് പ്രഥമ പരിഗണന. വടകരയിൽ MT രമേശ്, ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത്, ആലത്തൂരിൽ ഷാജിമോൻ വട്ടേക്കാട്, കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C. രഘുനാഥ്, KP പ്രകാശ് ബാബു, പൊന്നാനി പ്രഫുൽകൃഷ്ണൻ, എറണാകുളത്ത് അനിൽ ആന്റണി, വിനീത ഹരിഹരൻ, TP സിന്ധുമോൾ, കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, PB ഗോപകുമാർ എന്നിവരാണ് പട്ടികയിൽ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്ററി ബോഡി യോഗത്തിനു ശേഷം ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും. ഒരുപാട് മാറ്റം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാൻ കേരളത്തിൽ നിന്ന് MPമാര് NDAക്കുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NDA നേതാക്കൾ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJPയുമായി ലയിക്കും. 24 തിരുവനന്തപുരം. യാത്രാ നിരക്ക് കുറച്ച് റെയിൽവേ. പാസഞ്ചർ ട്രെയിനുകളുടെ നിരക്കാണ് കുറച്ചത്. മിനിമം ചാർജ് 30 രൂപയിൽ നിന്നും 10 രൂപയാക്കി. കോവിഡ് കാലത്ത് വർദ്ധിപ്പിച്ച പാസഞ്ചർ മെമു ട്രെയിനുകളിലെ നിരക്കാണ് റെയിൽവേ പുനഃസ്ഥാപിച്ചത്. ഇതോടെ ഹ്രസ്വദൂര നിരക്കുകളും ആനുപാതികമായി കുറയും. 2 ദിവസം മുൻപാണ് നോർത്ത് ഇന്ത്യൻ റെയിൽവേയിൽ നിരക്കിൽ മാറ്റം വരുത്തിയത്. ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് എല്ലായിടത്തും നടപ്പാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. സ്ഥിരം യാത്രക്കാരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ്. KSRTC സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് സർക്കുലർ. KSRTC CMD പ്രമോദ് ശങ്കറാണ് സർക്കുലർ ഇറക്കിയത്. KSRTCയുടെ പരിപാടികളിൽ പ്രദേശത്തെ MLA, MP, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ നിർബന്ധമായും ക്ഷണിക്കണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സർക്കുലറിൽ പറയുന്നു. ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മുൻ മന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തേണ്ടിയിരുന്ന പരിപാടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് സംഘടിപ്പിച്ചത്. പശുവിന് കൊടുക്കാനുള്ള മരുന്ന് അബദ്ധത്തിൽ കഴിച്ച തൃത്താല സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. കൊടക്കാഞ്ചേരി വീട്ടിൽ ഉമ്മറാണ് മരിച്ചത്. ചുമയ്ക്കുള്ള മരുന്നാണെന്ന് കരുതിയാണ് ഉമ്മർ പശുവിനുള്ള മരുന്ന് കഴിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ആലപ്പുഴ KSFE ഓഫീസിൽ യുവതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. കളക്ഷൻ ഏജന്റ് മായാദേവിക്കാണ് പരുക്കേറ്റത്. സംഭവത്തിൽ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ പോലീസ് പിടികൂടി. ഇന്ന് ഉച്ചയോടെയാണ് തിരക്കേറിയ KSFE കടക്കോട് ശാഖയിൽ വെച്ച് യുവതിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ താമസിക്കുന്ന മായയ്ക്കാണ് സഹോദരി ഭർത്താവ് സുരേഷിന്റെ അതിക്രമം നേരിടേണ്ടി വന്നത്. കളക്ഷൻ ഏജന്റായ മായ പണമടക്കാനായാണ് ശാഖയിലെത്തിയത്. മറ്റ് ജീവനക്കാരുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ പിറകിൽ നിന്ന് വന്ന സുരേഷ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഊരി മായയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടുകയായിരുന്നു. മായ തെന്നി മാറിയതിനാൽ തോളിനാണ് മുറിവേറ്റത്. സുരേഷിന്റെ ഭാര്യ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നു. മായ പറഞ്ഞതനുസരിച്ചാണ് സഹോദരി പരാതി നൽകിയതെന്ന ധാരണയിലാണ് മായയ്ക്ക് നേരെയുള്ള ആക്രമണം. കഴിഞ്ഞ ഡിസംബർ 22-ന് ജയിലിലായ ഇയാൾ 2 ദിവസം മുമ്പാണ് മോചിതനായത്. കള്ളക്കേസ് നൽകിയതിലെ വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. സൗത്ത് പോലീസ് വധശ്രമത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മായയെ ഇയാൾ വെട്ടുന്നത് കണ്ട് ഓടിയെടുത്ത സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മാനേജർ ചന്ദ്രബാബുവിന്റെ സംയോജിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. മാനേജർ അമീൻ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർ മായയെ ആശുപത്രിയിൽ എത്തിച്ചു. ചന്ദ്രബാബു മറ്റുള്ളവരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി സൗത്ത് പോലീസിന് കൈമാറുകയായിരുന്നു. 24 ആലപ്പുഴ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.